അഹമ്മദാബാദ് അപകടത്തിന് മുൻപ് എയർ ഇന്ത്യ ബോയിംഗ് 787 വിമാനത്തിൽ സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നതായി US സുരക്ഷാ ഗ്രൂപ്പ് റിപ്പോർട്ട് ചെയ്തു. സർവീസിലെ ആദ്യ നാളുകൾ മുതൽ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളുടെ ഒരു നീണ്ട ചരിത്രമുണ്ടെന്ന കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. 2025 ജൂണിൽ അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ ബോയിംഗ് 787 വിമാനത്തിന് അതിന്റെ പ്രവർത്തന കാലയളവിൽ ഒന്നിലധികം സാങ്കേതിക തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് US ആസ്ഥാനമായുള്ള ഒരു വ്യോമയാന സുരക്ഷാ അഭിഭാഷക സംഘമാണ് ആരോപിച്ചിരിക്കുന്നത്. ഇത് വിമാന സുരക്ഷാ മേൽനോട്ടത്തെയും ഡ്രീം ലൈനർ ഫ്ലീറ്റുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. VT-ANB എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിമാനത്തിന് എയർ ഇന്ത്യയിൽ സർവീസ് ആരംഭിച്ച ആദ്യ ദിവസം മുതൽ തന്നെ ആവർത്തിച്ചുള്ള സിസ്റ്റം പരാജയങ്ങൾ അനുഭവപ്പെട്ടതായി ഫൗണ്ടേഷൻ ഫോർ ഏവിയേഷൻ സേഫ്റ്റി അവകാശപ്പെട്ടു. ബോയിംഗ് 787 വിമാനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകൾ ആഗോളതലത്തിൽ കുറച്ചു കാണുന്നുവെന്ന് ഗ്രൂപ്പിന്റെ അഭിപ്രായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 2026 ജനുവരി 12 US സെനറ്റിൽ സമർപ്പിച്ച ഒരു അവതരണത്തിൽ വിമാനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളുടെ ഒരു നീണ്ട ചരിത്രം സൂചിപ്പിക്കുന്ന അറ്റകുറ്റപ്പണികളും തകരാറുകളും സംബന്ധിച്ച രേഖകൾ പരിശോധിച്ചതായി FAS പറഞ്ഞു. എഞ്ചിനീയറിംഗ്, നിർമ്മാണം, ഗുണനിലവാര നിയന്ത്രണം, അറ്റകുറ്റപ്പണി, പോരായ്മകൾ എന്നിവയുടെ വിശാലവും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമായ സംയോജനത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് സംഘടന ആരോപിച്ചു. ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ തകരാറുകൾ, സർക്യൂട്ട് ബ്രേക്കറുകളുടെ ആവർത്തിച്ചുള്ള ട്രിപ്പിംഗ്, വയറിംഗ് കേടുപാടുകൾ, ഷോർട്ട് സർക്യൂട്ടുകൾ, വൈദ്യുതി നഷ്ടം, പവർ സിസ്റ്റം ഘടകങ്ങൾ അമിതമായി ചൂടാകൽ എന്നിവ FAS ഉദ്ധരിച്ച പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. വിമാനത്തിന്റെ 11 വർഷത്തെ സേവന ജീവിതത്തിൽ ഗുരുതരമായ പ്രവർത്തന സുരക്ഷാ അപകടങ്ങൾ ഇത്തരം പരാജയങ്ങൾ സൃഷ്ടിച്ചതായി ഗ്രൂപ്പ് അവകാശപ്പെട്ടു. ബോയിങ്ങിന്റെ 787 പ്രോഗ്രാം തന്നെ കാര്യമായ വെല്ലുവിളികൾ നേരിട്ടുവെന്നും ഷെഡ്യൂളിൽ 3 വർഷത്തിലേറെ പിന്നിലാണെന്നും ബജറ്റിൽ കോടിക്കണക്കിന് ഡോളർ അധികമാണെന്നും FAS ആരോപിച്ചു. ബോയിങ് 787മായി ബന്ധപ്പെട്ട 2000-ലധികം വിമാന സംവിധാന പരാജയ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്തതായും 1235 വിമാനങ്ങളുള്ള ആഗോള ഫ്ലീറ്റിന്റെ ഏകദേശം 18% ഇതിൽ ഉൾപ്പെടുന്നുവെന്നും ഫൗണ്ടേഷൻ വ്യക്തമാക്കി. FAS അനുസരിച്ച് ഈ ഡേറ്റ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുടെ വളരെ വിശാലമായ ഒരു മാതൃകയെ സൂചിപ്പിക്കുന്നു. 2014 ഫെബ്രുവരി 1 വിമാനം ഇന്ത്യയിലെത്തിയ ഉടൻ തന്നെ സിസ്റ്റം തകരാറുകൾ ആരംഭിച്ചതായും അപകട സമയം വരെ അത് തുടർന്നുവെന്നും തങ്ങളുടെ കൈവശമുള്ള രേഖകൾ കാണിക്കുന്നുവെന്ന് സംഘടന അവകാശപ്പെട്ടു. ഉദാഹരണത്തിന് 2022 ജനുവരിയിൽ P100 പ്രൈമറി പവർ പാനലിൽ തീപിടുത്തമുണ്ടായതായും അതിന്റെ ഫലമായി നിർണായക സുരക്ഷാ വൈദ്യുതി വിതരണ ഘടകമായ L2 ബസ് ടൈ ബ്രേക്കറിനും ചുറ്റുമുള്ള വയറിംഗിനും വ്യാപകമായ കേടുപാടുകൾ സംഭവിച്ചതായും FAS ആരോപിച്ചു. കേടുപാടുകൾക്ക് മുഴുവൻ പവർ പാനലും മാറ്റിസ്ഥാപിക്കേണ്ടി വന്നതായി റിപ്പോർട്ടുണ്ട്. മറ്റൊരു സാഹചര്യത്തിൽ ലാൻഡിംഗ് ഗിയർ ഇൻഡിക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട തകരാറുകൾ കാരണം 2022 ഏപ്രിലിൽ വിമാനം നിലത്തിറക്കിയതായി FAS പറഞ്ഞു. ഗ്രൗണ്ടിങ്ങിന് ശേഷം പ്രോക്സിമിറ്റി സെൻസിംഗ് ഡേറ്റ കോൺസെൻട്രേഷൻ മൊഡ്യൂൾ, റിമോട്ട് പവർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഘടകങ്ങൾ മാറ്റി സ്ഥാപിച്ചിരുന്നു. ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് ബോയിങ് മറുപടി നൽകി. അനെക്സ് 30 എന്നറിയപ്പെടുന്ന ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് ഞങ്ങൾ മറുപടി നൽകുമെന്നും ബോയിങ് വക്താവ് വ്യക്തമാക്കി. 2025 ജൂൺ 12 അഹമ്മദാബാദിൽ എയർ ഇന്ത്യ ബോയിങ് 787 വിമാനം തകർന്നു വീണ് നിലവിൽ ഇന്ത്യൻ അധികൃതരുടെ അന്വേഷണത്തിലാണ്. അപകട കാരണം സംബന്ധിച്ച് ഔദ്യോഗിക നിഗമനങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.